അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, +2 ഫിഖ്ഹിലെ 11ാമത്തെ അധ്യായം അൽ ഖിത്താൻ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. എന്താണ് ഖിത്താൻ? ചേലാകർമ്മം എന്നാണ് അതിന് മലയാളത്തിൽ പറയാറ്. സുന്നത്ത് കല്യാണം, മാർഗ്ഗകല്യാണം, സുന്നത്ത് കർമ്മം എന്ന പല അർത്ഥങ്ങളിൽ അത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഖിത്താൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിർബന്ധമാണ് എന്നതാണ് ഈ പാഠത്തിലെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ. എന്നാൽ ആൺകുട്ടികൾക്ക് നിർബന്ധമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. പെൺകുട്ടികളുടെ കാര്യത്തിൽ അത്ര പരിചിതമല്ലെങ്കിൽ പോലും അത് നിർബന്ധമാണ് എന്നതാണ് ശറഅന്റെ വിധി. പക്ഷേ പല കാരണങ്ങളാൽ നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിലൊന്നും അത് വ്യാപകമായിട്ട് കാണാറില്ല എന്നതാണ്. ആൺകുട്ടികളുടെ ഖിത്താന് പരസ്യമായി ചെയ്യലും പെൺകുട്ടികളുടെ ഖിത്താന് രഹസ്യമായി ചെയ്യലുമാണ് നല്ലത് എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി പാഠഭാഗത്തേക്ക് വരാം. വജബ ഖിത്താനുർ റജുലി വൽ മർഅത്തി ഹൈഥു ലം യൂലദ മഖ്തൂനൈൻ. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഖിത്താന് നിർബന്ധമാണ്. ഹൈഥു ലം യൂലദ മഖ്തൂനൈൻ, രണ്ടുപേരും ഖിത്താൻ ചെയ്യപ്പെട്ടവരായിട്ട് പിറന്നാലൊഴികെ. ചില കുട്ടികൾ അങ്ങനെ സംഭവിക്കാം എന്നതിനുള്ള തെളിവാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മൻഖൂസ് മൗലിദിൽ പാടാറുണ്ട്, വലദത്തുഹു മഖ്തൂനൻ വ മക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖ്തൂനായിട്ടാണ്, ഖിത്താൻ ചെയ്യപ്പെട്ടവരായിട്ടാണ് പിറന്നത് എന്നാണ്. ഒരാളെ ഖിത്താൻ ചെയ്യപ്പെട്ട രീതിയിൽ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഖിത്താൻ ചെയ്യേണ്ടതില്ല എന്നാണ്. അല്ലാത്ത പക്ഷം ഖിത്താൻ ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് ശറഅന്റെ വിധി. ബിബുലൂഗിൻ വ അഖലിൻ, ബുദ്ധിയും പ്രായപൂർത്തിയും എത്തുന്നതോടുകൂടെ നിർബന്ധമാണ്. ഫയജിബു ബഅദഹുമാ ഫൗറൻ, ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഖിത്താൻ ചെയ്യൽ നിർബന്ധമാണ്. ഫൽ വാജിബു ഫി ഖിത്താനി റജുലി, പുരുഷൻ്റെ ഖിത്താനിൽ എങ്ങനെയാണത് ചെയ്യുക, എന്താണ് ആ പ്രവർത്തനം? പുരുഷൻ്റെ ഖിത്താനിൽ നിർബന്ധമാണ് ഖത്ഉ ജിൽദിൻ, ഒരു തൊലി മുറിച്ചു കളയൽ. യുഗത്തി ഹഷ്ഫതഹു, അവൻ്റെ ഹഷ്ഫയെ പൊതിഞ്ഞു നിൽക്കുന്ന തൊലി മുറിച്ചു കളയൽ. ഹത്താ യൻകശിഫ കുല്ലുഹ, അങ്ങനെ ഹഷ്ഫ പൂർണ്ണമായി വെളിവാകുന്നത് പോലെ, പുരുഷൻ്റെ മൂത്രമൊഴിക്കുന്ന മൂത്രനാളം കൃത്യമായി വെളിവാകുന്നത് പോലെ. യുഗത്തി ഹഷ്ഫതഹു, അവൻ്റെ ഹഷ്ഫയെ പൊതിഞ്ഞു നിൽക്കുന്ന തൊലി മുറിച്ചു കളയൽ. ഹത്താ യൻകശിഫ കുല്ലുഹ, അങ്ങനെ എന്തുണ്ടാകും? അവൻ്റെ ഹഷ്ഫ പൂർണ്ണമായിട്ട് വെളിവാകും. പുരുഷൻ മൂത്രമൊഴിക്കുന്ന അവയവത്തിൻ്റെ അറ്റഭാഗം കൃത്യമായി വെളിവാകുന്നത് പോലെയാണ് പുരുഷൻ്റെ ഖിത്താൻ ചെയ്യേണ്ടത്. വഫീ ഖിത്താനിൽ മർഅത്തി, എന്നാൽ സ്ത്രീയുടെ ഖിത്താൻ ഖത്ഉ ജുസ്ഇൻ മിനൽ ലഹ്മത്തിൽ മൗജൂദ ബിഅലൽ ഫർജി ഫൗഖ സഖബത്തിൽ ബൗലി, സ്ത്രീയുടെ മൂത്രനാളത്തിൻ്റെ മുകളിലായി, ഫർജിൻ്റെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മിനൽ ലഹ്മ, ഒരു ഇറച്ചി കഷ്ണുണ്ട്, ആ ഇറച്ചി കഷ്ണത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയലാണ് നിർബന്ധം. വതുസമ്മൽ ബലറു, അതിനെ ബലർ എന്നാണ് പറയപ്പെടുക. എന്നാൽ നമ്മുടെ നാട്ടിലൊന്നും വ്യാപകമായിട്ട് സ്ത്രീകളുടെ ഖിത്താൻ കാണപ്പെടാറില്ല. കാരണം ഈ ലഹ്മത്ത് സ്ത്രീകൾക്കില്ലാത്തത് കൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റു നാടുകളിലോ ഒക്കെ വ്യാപകമായി സ്ത്രീകളുടെ ഖിത്താൻ സംഭവിക്കുന്നതായിട്ട് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിക്കാറുണ്ട്. വയുന്തബ് തഅജീലുഹു, ഖിത്താൻ പെട്ടെന്നാക്കൽ സുന്നത്താണ്. സാബിഅ യൗമിൽ വിലാദ, എപ്പോൾ? സാബിഅ യൗമിൽ വിലാദ, കുട്ടി പിറന്ന് 7ാം നാളിൽ തന്നെ ഖിത്താൻ ചെയ്യലാണ് സുന്നത്ത്. ഫഇൻ ഉഖിറ അൻഹു, ഇനി അതിനെ തൊട്ട് പിന്തിപ്പിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഫഫിൽ 40, 40ാം നാളിലാണ് ഖിത്താൻ സുന്നത്തുള്ളത്. വ ഇല്ല, അന്നും ചെയ്യുന്നില്ലെങ്കിലോ ഫഫിസ്സനത്തി സാബിഅ, 7ാം വയസ്സിൽ. എന്നതിനർത്ഥം മറ്റു സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നല്ല, എന്നാൽ സുന്നത്തുള്ള സമയങ്ങൾ ഇതാണ് എന്നർത്ഥം. ഇനി അടുത്ത പാരഗ്രാഫ്. വയുസന്നു ഇൽഹാറു ഖിത്താനി ദക്കരി വ ഇഖ്ഫാഉ ഖിത്താനിൽ ഉൻസ, പുരുഷന്മാരുടെ, ആൺകുട്ടികളുടെ ചേലാകർമ്മം വലിയ ആഘോഷമായി നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്, നമ്മളൊക്കെ അതറിയാറുണ്ട്. എന്നാൽ പെൺകുട്ടികളുടെ ഖിത്താനിനെക്കുറിച്ച് ആരും അങ്ങനെ അറിയാറില്ല. കാരണം വയുസന്നു, സുന്നത്താണ്, ഇൽഹാറു ഖിത്താനി ദക്കരി, പുരുഷൻ്റെ ഖിത്താന് വെളിവാക്കൽ, അത് പരസ്യമാക്കൽ. പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്ന രീതിയിൽ ചെയ്യുക എന്നല്ല, ആളുകളെയൊക്കെ അറിയിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഇതൊരു
സംഭവമായിട്ട് തന്നെ നടക്കൽ സുന്നത്താണ്. വ ഇഖ്ഫാഉ ഖിതാനിൽ ഉൻസ, എന്നാൽ സ്ത്രീയുടേത് അങ്ങനെ പരസ്യമാക്കാറില്ല, അത് രഹസ്യമാക്കലാണ് സുന്നത്ത്. വ അമ്മ മുഅ്നുൽ ഖിതാനി, ഈ ഖിതാൻ്റെ ചെലവ് ആരുടെ ഉത്തരവാദിത്വത്തിലാണ്? ഖിതാൻ ചെയ്യാൻ ഒരു 5000 രൂപ ചെലവുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇത് ആരാണ് ചെലവഴിക്കേണ്ടത്? ഫഫീമാലിൽ മഖ്തൂനി, ആരുടെ ഖിതാനാണോ ചെയ്യപ്പെടുന്നത് അയാളുടെ മാലിൽ നിന്നാണ്, സമ്പത്തിൽ നിന്നാണ് ഇതെടുക്കുക. ഈ കുട്ടിക്ക് ഒരുപാട് പണമുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കുറേ കാശ് ഉണ്ടെങ്കിൽ അവരുടെ സമ്പത്തിൽ നിന്നാണ് ഇതിൻ്റെ ചെലവ് കണ്ടെത്തേണ്ടത്. സുമ്മ അലാമൻ തൽസമുഹു നഫഖത്തുഹു, ഇനി അതില്ല, അല്ലെങ്കിൽ രണ്ടാമതായി കുട്ടിയുടെ ചെലവ് കൊടുക്കൽ ആർക്കാണോ നിർബന്ധം അവരാണ് ഇതിൻ്റെ മുഅ്നത്ത്, ഇതിൻ്റെ ചെലവ് വഹിക്കേണ്ടത്. വേറെ 1-2 കാര്യങ്ങൾ ഖിതാനുമായി ബന്ധപ്പെട്ട് തന്നെ പറയാണ്. വയജിബു ഐലൻ, നിർബന്ധമാണ് ഖത്ഉ സുറത്തിൽ മൗലൂദി, പ്രസവിച്ചു വന്ന കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി മുറിച്ചു കളയൽ. അഖിബ വിലാദത്തിഹി, പ്രസവിച്ച ഉടൻ. ബഅദ നഹ്വി റബ്തിഹ, അത് കെട്ടിയതിന് ശേഷം. അത് നമ്മളൊക്കെ കാണാറുണ്ട്, ആശുപത്രികളിൽ വെച്ച് ചെയ്യും. വീടുകളിൽ പ്രസവിക്കുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ അത് ചെയ്യാറുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണ്. വഹറുമ, അതുപോലെ ഹറാമാണ് തസ്ഖീഫു അൻഫി സൊബിയിൻ ഔ സൊബിയ്യത്തിൻ, ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ മൂക്കിന് ദ്വാരമുണ്ടാക്കൽ ഹറാമാണ്. വ ഉദിനി സൊബിയിൻ, അതുപോലെ ആൺകുട്ടിയുടെ ചെവിക്ക് ദ്വാരമുണ്ടാക്കലും ഹറാമാണ്. എന്നാൽ വയജൂസു ഫി സൊബിയ്യത്തി, എന്നാൽ പെൺകുട്ടിയുടെ വിഷയത്തിൽ ജായിസാണ്. എന്ത്? ചെവിക്ക് ദ്വാരമുണ്ടാക്കൽ ജായിസാണ്. ലിമാ ഉരിഫ, അറിയപ്പെട്ടതുകൊണ്ട്, അന്നഹു സീനത്തുൻ മത്ലൂബത്തുൻ ഫി ഹഖ്ഹിന്ന ഫി കുല്ലി മഹല്ലിൻ, സാർവലൗകികമായി എല്ലാ നാടുകളിലും എല്ലാ പ്രദേശങ്ങളിലും പെൺകുട്ടികൾക്ക് സൗന്ദര്യമുണ്ടാക്കുന്ന ഒരു ഘടകമായിട്ട് ഇത് മാറിയിട്ടുണ്ട്, അങ്ങനെ അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ചെവിക്ക് ദ്വാരമുണ്ടാക്കി കമ്മലോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അണിയാൻ വേണ്ടി ദ്വാരമുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, അത് ജായിസാണ്. പക്ഷേ ആൺകുട്ടിയുടെ ചെവിയിൽ, ചില നാടുകളിൽ അങ്ങനെ ഉണ്ടാവും, ആൺകുട്ടിയുടെ ചെവിയിൽ അങ്ങനെ ദ്വാരമുണ്ടാക്കൽ ഹറാമാണ്. മറ്റൊരു വിഷയം തൊട്ട് മുമ്പ് പറഞ്ഞത്, മൂക്ക് കുത്താൻ വേണ്ടി ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ അത് വ്യാപകമായിട്ട് കാണാറുണ്ട്, അത് ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇനി തദ്രീബാത്തിലേക്ക് വരാം. 1. അജിബ് മുഅനുൽ ഖിത്താനി ഫീ മാലി മൻ, ഖിത്താൻ്റെ ചെലവ് ആരുടെ സമ്പത്തു നിന്നാണ് എടുക്കേണ്ടത്? ഐ ഫീമാലിൽ മഖ്തൂൻ സുമ്മ അലാ മൻ തൽസമുഹു നഫഖത്തുഹു. നമ്പർ 2. അൽ വാജിബു ഫീ ഖിത്താനിർ റജുലി മാ ഹുവ, ആണിൻ്റെ ഖിത്താൻ ചെയ്യുന്നിടത്ത് എന്താണ് നിർബന്ധം? ഫൽ വാജിബു ഫീ ഖിത്താനിർ റജുലി ഖത്ഉ ജിൽദിൻ യുഗത്തി ഹഷ്ഫതഹു ഹത്ത യൻകശിഫ കുല്ലുഹാ. അൽ വാജിബു ഫി ഖിതാനിൽ മർഅത്തി മാഹു, പെണ്ണിൻ്റെ ഖിതാനിൽ എന്താണ് നിർബന്ധമുള്ളത്? വഫി ഖിതാനിൽ മർഅത്തി ഖത്ഉ ജുസ്ഇൻ മിനൽ ലഹ്മത്തിൽ മൗജൂദ ബിഅലൽ ഫർജി ഫൗഖ സഖബത്തിൽ ബൗലി എന്നുവരെയാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് ബയ്യിനുൽ അഹ്കാം, വിധികൾ എഴുതുക. ഖിതാനുൽ മർഅ എന്താ ഹുക്മ്? വാജിബ്. തഅജീലുൽ ഖിതാനി സാബിഅ യൗമിൽ വിലാദ സുന്ന, മന്ദൂബ്, സുന്നത്ത്, നദ്ബ്, മന്ദൂബ് എന്നൊക്കെ പറയാം. ഇൽഹാറു ഖിതാനി ദക്കരി സുന്ന, പുരുഷൻ്റെ ഖിതാന് പരസ്യമാക്കൽ സുന്നത്താണ്, മന്ദൂബാണ്. ഇഖ്ഫാഉ ഖിതാനിൽ ഉൻസ സുന്ന ഔ മന്ദൂബ്. നമ്പർ 5. ഖത്ഉ സുറത്തിൽ മൗലൂദി അഖബൽ വിലാദ വാജിബ്, നിർബന്ധമാണ്. നമ്പർ 6. തസ്ഖീബു അൻഫി സുബിയ, പെൺകുട്ടിയുടെ മൂക്കിന് ദ്വാരമുണ്ടാക്കൽ ഹറാം. നമ്പർ 7. തസ്ഖീബു ഉദിനി സുബിയ, പെൺകുട്ടിയുടെ ചെവിക്ക് ദ്വാരമുണ്ടാക്കൽ ജായിസ്. ഉക്തുബിൽ മഅന, ഖിതാൻ ചേലാകർമ്മം അല്ലെങ്കിൽ സുന്നത്ത് കർമ്മം. സഖബ ദ്വാരം, സുറത്ത് പൊക്കിൾ അല്ലെങ്കിൽ പൊക്കിൾ കൊടി. ഈ പാഠവും ഇതിൻ്റെ തദ്രീബാത്തും അവസാനിച്ചു. നല്ല വിജയാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.